അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മദ്രസയിൽ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനാണ് ഇന്നിവിടെ എടുക്കുന്നത് കേട്ടോ. ലിസാനുൽ ഖുർആന് വളരെ സിമ്പിളാണ്, ആരും പ്രയാസപ്പെടേണ്ട, ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാഠം എടുക്കാം അല്ലേ. ഫസ്റ്റ് പാഠം എല്ലാവരും പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പാഠല്ലേ, എന്താണ്? അനദാരിസ്വൻ. എന്താണ് പാഠത്തിൻ്റെ ഹെഡിങ്? എന്താണ്? അനദാരിസ്വൻ. അനദാരിസ്വൻ. ഇവിടെ എന്താണ്? അനാന്നും കാണുന്നുണ്ട്, ദാരിസെന്ന് കാണുന്നുണ്ട് അല്ലേ. ദാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥി. ദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അപ്പോൾ നോക്കേ, അന, ആ ന, അന. നോക്കൂട്ടോ, ഞാൻ ഈ വര വരച്ച് നോക്കേ. ആ ന, അന. ദാരിസ്വൻ. അന എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരിക? ഞാൻ. അന ഞാൻ. അന ഞാൻ. ദാരിസ്വൻ. ദാരിസ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവൻ. അപ്പോൾ എന്താണ്? അന ദാരിസ്വൻ. ഞാൻ ആരാണ്? പഠിക്കുന്നവനാണ്. അടുത്തത് അതിൻ്റെ താഴെ നോക്കി ഒരു മുയലിൻ്റെ ചിത്രമാണല്ലോ അല്ലേ. അവിടെ എന്തുണ്ട്? റെഡ് കളറിൽ എഴുതിയത് കണ്ടോ? എന്താണ് വായിക്കുക? അന അന അർണബൻ. എന്താണ് മുയലിന് എന്താ പറയുക? അർണബൻ. അന അർണബൻ. ഞാൻ ആരാണ്? ഞാൻ മുയലാണ്. അടുത്തത് പൈനാപ്പിൾ അല്ലേ. നല്ല ചിരിച്ച് നിൽക്കണ കണ്ടില്ലേ പൈനാപ്പിൾ. പൈനാപ്പിളിൻ്റെ അടുത്തുണ്ട് എന്താ റെഡ് കളറിൽ? അന. അന അനാനാസ്വൻ. അന അനാനാസ്വൻ. പൈനാപ്പിൾ എന്താ പറയുന്നത്? ഞാനൊരു പൈനാപ്പിളാണ്. അടുത്ത എന്താണ്? പഴം ഉണ്ടല്ലേ, വാഴപ്പഴം. മൗസ്വൻ. പഴത്തിന് എന്താ പറയുക? മൗസ്വൻ. അതിൻ്റെ അടുത്ത് എന്തുണ്ട്? അനാന്ന് കണ്ടല്ലേ. അനാന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ. ഞാൻ എന്താണ്? പഴമാണ്. അന മൗസ്വൻ. അതിൻ്റെ തൊട്ടടുത്ത് നോക്കേ, സിഞ്ചാബൻ. മുയലല്ലേ. മുയലിന് അല്ല, സോറി, അണ്ണാന്. എന്താണ് ചിത്രം നോക്കേ? അണ്ണാൻ. അണ്ണാൻ എന്താ പറയുക? സിഞ്ചാബൻ. അവിടെ ഉണ്ട് എന്താ റെഡ് കളറിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? അന. അന സിഞ്ചാബൻ. ഇപ്പം എല്ലായിടത്തും കണ്ടില്ല ഒരു റെഡ് കളറിൽ കൊടുത്തത്? അന സിഞ്ചാബൻ. ഇനി അതിൻ്റെ താഴെ നോക്കൂ, ഒരു അധ്യാപകന് കുറേ കുട്ടികളുണ്ടല്ലേ. അധ്യാപകനിക്ക് എന്തെന്നാ പറയുക? ഉസ്താദൻ. അതിൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? അനയുണ്ടല്ലേ. അന ഉസ്താദൻ. ഞാൻ ആരാണ്? അധ്യാപകനാണ്. പിന്നെ ഒരു കുട്ടി, നല്ലൊരു ആൺകുട്ടി കണ്ടോ? ആൺകുട്ടി എന്താ പറയുന്നത്? അന ദാരിസ്വൻ. അന ദാരിസ്വൻ. ഞാൻ ആരാണ്? വിദ്യാർത്ഥി, പഠിക്കുന്നവനാണ്. അന ഞാൻ, ദാരിസ്വൻ പഠിക്കുന്നവന്. അടുത്തത് എന്താണ്? അന ദാരിസത്വൻ. പെൺകുട്ടിക്ക് എന്തെന്നാ പറയുക? ദാരിസത്വൻ. പഠിക്കുന്ന പെൺകുട്ടിക്ക് ദാരിസത്വൻ. അന ദാരിസത്വൻ. ഞാൻ ആരാണ്? പഠിക്കുന്നവളാണ്. അന ദാരിസത്വൻ. ഞാൻ പഠിക്കുന്നവളാണ്. തൊട്ടടുത്ത് പിന്നെന്താണ്? ഒരു പൂവുണ്ടല്ലേ. പൂവിനെന്താ പറയുക? സഹ്റത്വൻ. സഹ്റത്വൻ. അന സഹ്റത്വൻ. അന ഞാൻ. സഹ്റത്വൻ എന്ന് പറഞ്ഞാൽ പൂവ്. അപ്പം എന്താണ്? അന സഹ്റത്വൻ. അപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും കണ്ടില്ലേ നിങ്ങൾ എന്ത്? അന. അന. ഈ റെഡ് കളറിൽ എഴുതിയതൊക്കെ എന്താ വായിക്കുക? അന. അന എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ മീനിങ് വരിക? ഞാൻ. അന ഞാൻ. അന ഞാൻ. മറന്നു പോവില്ലല്ലോ. മറക്കുമോ? എന്നാൽ നമുക്കിനി അന. അനാന്ന് എങ്ങനെ എഴുതാൻ നോക്കട്ടോ. എല്ലാവരുടെ ബോർഡിൽ നോക്കൂ, എങ്ങനെ അനാന്ന് എഴുതാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? ഒരു അലിഫ് എഴുതണം. അലിഫ് എഴുതിയത് കണ്ടോ? അതിൻ്റെ മുകളിലൊരു കുഞ്ഞ് ഹംസ് കൊടുത്തു, ഒരു ഫത്തഹും കൊടുത്തു. അപ്പോൾ എന്താ വായിക്കുക? ആ. അതിൻ്റെ തൊട്ടടുത്ത് എന്ത് വന്നു? നൂന്. നൂനിന് ഫത്തഹ് വന്നല്ലേ. ന. അന. എങ്ങനെ അനാന്ന് എഴുതുക? അലിഫ് എഴുതുക,
ഫതഹ ഇടുക, നൂനിടുക, ഫതഹ ഇടുക. എന്താ വായിക്കുക? അന, ആ ന, അന, ആ ന, അന, അന. അന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ, ഞാൻ, ഞാൻ. അന, ഞാൻ. ഇനി നമുക്ക് അറബി മലയാളത്തിൽ ഞാൻ എഴുതാൻ നോക്കട്ടോ. ആദ്യം ഹ എഴുതുക. ഹ ഇട്ടിട്ട് എന്താണ്? താഴെ 3 പുള്ളിട്ടാൽ എന്താ വായിക്കുക? ച. എന്നിട്ട് മുകളിൽ ഒരു പുല്ല് കൊടുത്താൽ എന്താ വായിക്കുക? ഞ. ഫത്ത് വന്ന ഞ. നീട്ടാനൊരു അലിഫ് ഇടുക. ഞാ. പിന്നെ അടുത്തത് നൂന്. നൂനിന് സുക്കൂന് കൊടുക്കല്ലേ? എന്താ വായിക്കുക? ഞാൻ, ഞാൻ. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾ ശ്രദ്ധിക്കുക. അന, ഞാൻ. ഇതൊരിക്കലും മറക്കരുത് കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് കൊടുക്കണം? അന, ഞാൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.